പിടിച്ച ഒരു പാലാണ്. ഈ പാലത്തിലേക്ക് വളരെ നല്ല രീതിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ വെച്ചിട്ട് നല്ല വെട്ടം ഉണ്ടാക്കുക, ആ പാലത്തിനെ മനോഹരമാക്കി മാറ്റുക എന്നതാണ് നമ്മളൊക്കെ ആഗ്രഹം. എന്റെ മാത്രമല്ല പലരുടെയും ആഗ്രഹം. നിർഭാഗ്യവശാൽ ഇന്നും കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ ചെമ്മനാട് പഞ്ചായത്തിനോ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇതിനൊക്കെ വലിയ പൈസ വേണ്ട, കോടികൾ വെറുതെ പാഴാക്കുന്നുള്ള ഈ രണ്ട് ബോഡിക്കും ഈ ഒരു പാലത്തിന് ഒരു കുറച്ച് ലൈറ്റ് വെച്ചാൽ ഒന്നും ആവാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നാട്ടുകാരെ, കാസർഗോഡ് നിവാസികൾ ശക്തമായി ഈ ഒരു കാര്യത്തിന് മുറവിളി കൂട്ടണം. പ്രിയപ്പെട്ട കാസർഗോട്ടുകാരെ, ഇത് ചെമ്മനാട് പാലാണ്. വളരെ പ്രസിദ്ധമായ ഒരു പാലം. പാലത്തിൽ നിന്ന് ഇരുഭാഗങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ പുഴയോരം കാണാം. നമുക്ക് എത്ര മനോഹരമായ ചന്ദ്രിക പുഴയാണ്. ഈ പാലം തുടങ്ങിയ അന്ന് മുതൽ ഇന്നേ വരെ ഒന്നെങ്കിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ചെമ്മനാട് പഞ്ചായത്ത്, ഇത് രണ്ടു പേർക്കും വീതിക്കാൻ പറ്റുന്ന പാലാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ പാലത്തിന് നാഥനില്ല. അതാണ് ഈ കാലങ്ങളായിട്ട് കാണുന്നത്. ഞാൻ പറഞ്ഞു തരുന്ന അതല്ല, ഈ പാലത്തിന് ഇന്നേ വരെ ഒരു 10 സ്ട്രീറ്റ് ലൈറ്റ് വെക്കാൻ നമ്മൾ അധികാരികൾക്കോ നമ്മുടെ ഭരണകർത്താക്കൾക്കോ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ഖേദകരമായ ഒരു അവസ്ഥ. അത് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അതിമനോഹരമായ പാലാണ്. ഇരുഭാഗങ്ങളും നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള പുഴയും കാണും. ആരാണ് ഇത് നോക്കേണ്ടത്? ഇതെന്തിനാണ് ഇങ്ങനെ നാഥനില്ലാത്തൊരു പാലമായിട്ട് മാറ്റിയത്? കാസർഗോഡ് പട്ടണത്തിലേക്ക് സ്വാഗതം അരുളുന്ന ഒരു പാലാണ്. തിരിച്ചു പോകുമ്പോൾ ചെമ്മനാട് പഞ്ചായത്തിലേക്ക് സ്വാഗതം അരുളുന്ന ഒരു പാലം കൂടിയാണ്. ആരും ഇത് നോക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇവിടെ വെക്കാൻ സാധിക്കാത്തത്. രാത്രി കാലങ്ങളിൽ ഭയാനകരമായ കാഴ്ചയാണ് കണ്ടോളൂ. ഇതാണ് രാത്രി കാലങ്ങളിൽ ആ പാലത്തിന്റെ സ്ഥിതി. അവിടെ കുഴിയുണ്ട്. അതുപോലെ തന്നെ യാത്രക്കാർ വളരെ, ബൈക്ക് യാത്രക്കാരുടെ കാര്യമാണ്, വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു പാലം കൂടിയാണത്. ഇതാണ് രാത്രി കാലങ്ങളിലുള്ള ഒരു കാഴ്ച. അത്രയും ഇരുട്ട് പിടിച്ച ഒരു പാലാണ്. ഈ പാലത്തിലേക്ക് വളരെ നല്ല രീതിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ വെച്ചിട്ട് നല്ല വെട്ടം ഉണ്ടാക്കുക, ആ പാലത്തിനെ മനോഹരമാക്കി മാറ്റുക എന്നതാണ് നമ്മളൊക്കെ ആഗ്രഹം. എന്റെ മാത്രമല്ല പലരുടെയും ആഗ്രഹം. നിർഭാഗ്യവശാൽ ഇന്നും കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ ചെമ്മനാട് പഞ്ചായത്തിനോ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇതിനൊക്കെ വലിയ പൈസ വേണ്ട, കോടികൾ വെറുതെ പാഴാക്കുന്നുള്ള ഈ രണ്ട് ബോഡിക്കും ഈ ഒരു പാലത്തിന് ഒരു കുറച്ച് ലൈറ്റ് വെച്ചാൽ ഒന്നും ആവാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നാട്ടുകാരെ, കാസർഗോഡ് നിവാസികൾ ശക്തമായി ഈ ഒരു കാര്യത്തിന് മുറവിളി കൂട്ടണം.